ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ അറിയാൻ പോകുന്നത് ചെടികൾക്കും അങ്ങനത്തെ ഇതുങ്ങൾക്കൊക്കെ വളം എന്താണെന്നൊക്കെയാണ്. അപ്പോൾ ഞാൻ വളം കാണിച്ചിരിക്കുന്നത് ഇതാണ് കേട്ടോ. മറ്റേ ഉള്ളി, ഇപ്പോൾ നമ്മൾ വേസ്റ്റ് ഈ ഉള്ളി നമുക്ക് അരിയൂലേ, ഉള്ളി അരിയുമ്പോൾ അങ്ങനെ അതിൻ്റെ വേസ്റ്റുകൾ, ഉള്ളിത്തൊലി, പിന്നെ അതൊക്കെ കേട്ടോ ഞാൻ ഇവിടെ എടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കാണാൻ പറ്റുമോ? ഇതാണ് ഈ സാധനമാണ്. അപ്പോൾ നമുക്ക് ഇത് ചെടികൾക്ക് ഇട്ടാലും നല്ല വളമാട്ടോ, പെട്ടെന്ന് തഴച്ചു വളരും. ചെടികൾക്കായാലും മരങ്ങൾക്കായാലും. പിന്നെ അങ്ങനെ ഈ മാവ് പ്ലാവ് അങ്ങനത്തെ ഒക്കെ സാധനങ്ങൾക്കൊക്കെ അതിൻ്റെ ചോട്ടിൽ ഇച്ചിരി വിട്ടിട്ട് കുഴി കുത്തിയിട്ടിട്ട് ഇതങ്ങോട്ട് ഇടുക. അത് കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ചീനിട്ട് അതിൻ്റെ ഈ നീരും അങ്ങനത്തെ ഇതിനുള്ള എല്ലാ പ്രോട്ടീനും വളങ്ങളും എല്ലാം അത് വലിച്ചെടുത്തിട്ട് അത് നന്നായിട്ട് തഴച്ചു വളരും. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയ്ക്ക് കിടക്കാം. ഫ്രണ്ട്സ്, ഇപ്പോൾ നല്ല ജൈവവളമാണ് കേട്ടോ. അപ്പോൾ ചെടികൾക്കും അങ്ങനത്തെ പ്ലാവിനും മാംഗോ ട്രീക്കും അങ്ങനത്തെ ഒക്കെ ഇതിടുമ്പോൾ അപ്പോൾ നല്ല അത് വലുതാകുമ്പോൾ നല്ല ഫുഡ് നമുക്ക് കിട്ടുന്നുണ്ടോ അതിനകത്തുനിന്ന്. നല്ല പഴവർഗ്ഗങ്ങൾ നല്ല ആയിട്ട് കിട്ടും. മറ്റേ വളമൊക്കെ ഇടുകയാണെങ്കിൽ ഒരു ഇതായിരിക്കും, നല്ല ചൊവയും. പക്ഷേ ജൈവവളം ഇടുകയാണെങ്കിൽ അടിപൊളി പ്രോട്ടീനും വിറ്റമിൻസും അടങ്ങിയ പഴങ്ങളൊക്കെ നമുക്ക് കിട്ടാൻ സാധിക്കും. ഫ്രണ്ട്സ്, ഇതിൽ പഴത്തൊലിയും അങ്ങനത്തെ ഇതിപ്പോൾ ഞാൻ ഒരു വെളുത്തുള്ളീൻ്റെ ഈ തൊലിയും പിന്നെ ഈ ചെറിയുള്ളിയും സവോളയൊക്കെ അരിഞ്ഞ തൊലികളും അത് മാത്രമാണ് ഇട്ടിട്ടുള്ളൂ. പക്ഷെ നമുക്ക് വേറെ കുറേ സാധനങ്ങൾ ആഡ് ചെയ്യാം. മുട്ടേൻ്റെ തൊണ്ട്, പിന്നെ പഴത്തൊലി, നമ്മൾ കഴിച്ചിടുന്ന പഴത്തൊലി, അതൊക്കെ നമുക്ക് അതിനകത്തിടാം. ഞാൻ ഒറ്റയടിക്ക് ഇടല്ല, അതിൻ്റെ സ്റ്റെപ്പുകളൊക്കെ ഞാൻ കാണിച്ചിടുന്നുണ്ട് വീഡിയോയിൽ. പിന്നെ ബയോഗ്യാസ് ഉള്ള വീട്ടിൽ നല്ല ഉപകാരമായിരിക്കും. അതിനകത്ത് ഈ ചാണകവെള്ളമില്ലേ, ചാണകവെള്ളം ചെടികൾക്കൊക്കെ ഒത്തിരി ഒഴിച്ചാൽ അങ്ങനെ വാടിയും ചീനൊക്കെ പോകും. ഇച്ചിരി ഒഴിച്ചാൽ നല്ല വളം കേട്ടോ അത്. പിന്നെ ഇത് ബയോഗ്യാസ് ഉള്ള വീട്ടിൽ ഇത് ഇടണമെന്ന് നിർബന്ധമൊന്നുമില്ല, വേണമെങ്കിൽ ഇടാം. പിന്നെ ഈ കുറേ ചാണകവെള്ളം ഒഴിക്കുമ്പോൾ കരിഞ്ഞു പോകാനും വാടിപ്പോകാനൊക്കെ സാധ്യതയുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഈ രണ്ട് സാധനങ്ങൾ ഇതുണ്ടോ, ഈ ഉള്ളിത്തൊണ്ടും അങ്ങനത്തെ എല്ലാം കൂടെ നമുക്ക് ഒരു ദിവസത്തേക്ക് വെള്ളത്തിലിട്ട് വെക്കുക കേട്ടോ. നമുക്ക് ഒരു ദിവസം വെക്കണം കേട്ടോ. അങ്ങനെ ഇച്ചിരി കാൽഭാഗം വെള്ളം മതി കേട്ടോ അതിനകത്ത്. ഈ ചെരുവത്തിനകത്ത് കാൽഭാഗം വെള്ളം മതി. ഈ മൊത്തം വാരിയിട്ടിട്ട് ഒരു ദിവസത്തേക്ക് വെക്കണം. കാക്കയൊന്നും കൊണ്ടാതൊക്കെ ശ്രദ്ധിക്കുക കേട്ടോ. നമുക്ക് നല്ലൊരു വളമായിട്ട് കിട്ടണമെങ്കിൽ ഒരു ദിവസത്തേക്ക് കിട്ടണം, അല്ലെങ്കിൽ അതിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് കിട്ടൂല. അലിഞ്ഞ് വെള്ളത്തിൽ ചേരണം നമുക്ക് കേട്ടോ. അപ്പോൾ ഇതുണ്ടോ, ഇനി ഒരു ദിവസത്തേക്ക് നമുക്ക് വെക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മൾ വെച്ചിട്ട് ഒരു ദിവസം കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. നമ്മൾ രാവിലെ എന്നിട്ട് നോക്കിയപ്പോൾ മിക്സിയിലിട്ട് അടിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. നല്ലൊരു ജാറെടുത്തിട്ട് ഇച്ചിരി വെള്ളം ഒഴിക്കുക. ഇതുണ്ടോ, നമ്മൾ ഇച്ചിരി അലിഞ്ഞിട്ടൊക്കെ നമുക്ക് ചേർന്നിട്ടുണ്ടോ, നമുക്ക് കാണാൻ പറ്റും. ഇതുണ്ടോ, അപ്പോൾ ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കുക. നമുക്ക് ഇത് പതിയെ ഇത് കുറച്ച് ഇതിങ്ങനെ വാരുക, കുറച്ച് എടുത്തിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ ഇടുക. അപ്പോൾ ഇത് മിക്സിയിലിട്ടിട്ട് നമുക്ക് അടിക്കാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ മിക്സിയിൽ 2 മിനിറ്റ് നേരം അടിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും തുറന്ന് നോക്കാം കേട്ടോ. നല്ല ജ്യൂസ് പരുവത്തിലായിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമുക്ക് ഒഴിക്കേണ്ടത്. ഒരു 2 സെക്കൻഡ് നേരം കൂടെ നമുക്ക് അടിച്ചെടുക്കേണ്ട ആവശ്യമുണ്ട്. ഇച്ചിരിയും കൂടെ അറിയുന്ന പോലെ ഉണ്ട് കേട്ടോ, അറിയാത്ത പോലെ. അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ അടിച്ചെടുക്കാം. ഫ്രണ്ട്സ്, ഇതിപ്പോൾ കപ്പോളം വെള്ളം എടുത്തിട്ടുണ്ട്. അതിനകത്ത് ഇപ്പോൾ നമ്മൾ എടുത്ത് വെച്ച ജ്യൂസ് ഉണ്ടോ, ഈ ജ്യൂസ് നമുക്ക് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഫുള്ള് നമ്മൾ ഒഴിച്ചിട്ടുണ്ട്. ഇനി ചെറുതായിട്ടൊരു സ്പൂണോ വെറും കയ്യോ ഉപയോഗിച്ച് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. നമുക്കിങ്ങനെ നന്നായിട്ട് ഒരു 5 മിനിറ്റോളം നമുക്ക് ഇങ്ങനെ ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കാം.
അപ്പോൾ നമുക്ക് ഈ വേസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊക്കെ നമുക്ക് പിഴിഞ്ഞെടുത്തിട്ട് കുറച്ച് വെള്ളം കൂടി ഇങ്ങനെ പിഴിഞ്ഞെടുത്തിട്ട് നമുക്ക് എടുത്തു വെക്കാം കേട്ടോ. എന്നിട്ടൊരു 5 മിനിറ്റോളം കഴിയുമ്പോൾ നമുക്ക് ചെടിക്ക് ഒഴിച്ചു കൊടുക്കാൻ പറ്റും. ചെടിക്കും അങ്ങനത്തെ ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റും നമുക്ക്. ഫ്രണ്ട്സ് ഇതുണ്ടോ, ഒരു കപ്പോളം അരക്കപ്പോളം വെള്ളം എടുത്തിട്ട് ഉള്ള ജ്യൂസ് നമ്മൾ ഉണ്ടാക്കിയത് ഒരു കപ്പിൽ എടുത്തിട്ട് ഒഴിക്കുക കേട്ടോ. അപ്പോൾ ഒരു കപ്പോളം ഒരു ചെടിക്കൊന്നും വേണ്ട കേട്ടോ, ഒരു 1/4 കപ്പ് മതി കേട്ടോ. കേട്ടോ എല്ലാം അങ്ങനെ ജ്യൂസായിട്ട് അങ്ങനെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അങ്ങനെ സൈഡ് കുറച്ച് വിട്ട് ഒഴിക്കുക കേട്ടോ, ചെടീൻ്റെ കുറച്ച് വിട്ടൊക്കെ. അപ്പോൾ നമുക്ക് വിടർത്തി ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. ഫ്രണ്ട്സ് ഇത് ഇങ്ങനെ ഒഴിച്ചിട്ടാണ് ഞങ്ങൾക്ക് ഇത്രയും പൂക്കൾ, നല്ല രസമുള്ള കട്ടപ്പൂക്കളൊക്കെ ഉണ്ടായത്. പൂക്കളൊക്കെ ഇതുണ്ടോ അങ്ങനെ നല്ലോണം ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ ഇത് റോസയ്ക്കൊക്കെ നല്ല നല്ല വളമാണ് കേട്ടോ. റോസയൊക്കെ ഇത് ഒഴിച്ചാൽ പെട്ടെന്ന് വളരും, നല്ലതാട്ടോ അത്. മതി ഫ്രണ്ട്സ്. ഇപ്പോൾ നമ്മൾ ഈ മരത്തിൻ്റെ ഞാനിപ്പോൾ എടുത്തേക്കുന്നത് മാവാണ് കേട്ടോ. കുറച്ച് വലുതായ മാവ് തന്നെയാണ്. ശരിക്കും ചെറുപ്പത്തിൽ തന്നെ ഇട്ടാൽ വലുതാകുമ്പോൾ നല്ലോണം കായ്ക്കുണ്ടാവും, നല്ല ഒരു അടിപൊളി പഴവും കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഈ തൊട്ട് കുറച്ച് അപ്പുറത്തായിട്ട് നമുക്കൊരു കുഴി കുത്താം, ചെറിയൊരു കുഴി. നല്ല അടിപൊളി നല്ലൊരു ചെറിയ ഷേപ്പ് വേണ്ട, അങ്ങനെ അത്രയ്ക്ക് നല്ല ഷേപ്പ് വേണ്ട, നമുക്കൊരു കുഴി കുത്താം കേട്ടോ. അപ്പോൾ നമുക്ക് ഈ എനർജി അടിപൊളി കേട്ടോ. ഇതുണ്ടോ നമുക്കൊരു എനർജിയും കിട്ടും. ഒരു കയ്യിലൊക്കെ ഒരു മസിൽ ഉണ്ടാകട്ടെ, വീട്ടിൽ നിന്നിട്ട് വെറുതെ ഒക്കെ എന്തിനാ. ഫ്രണ്ട്സ് അപ്പോൾ മടുക്കുന്നുണ്ട് കേട്ടോ. ഇത്രയും ചെറിയ കുഴി എത്തിയിട്ട് മടുത്തു. കുറേ നാളായേ, തൂമ്പയൊക്കെ കൈ കൊണ്ടെടുത്തിട്ട് കുറേ നാളായിട്ടോ. അപ്പം മടുത്തിട്ടുണ്ട് അല്ലാണ്ട്. അയ്യോ മടുത്തു. തൂമ്പയൊക്കെ ഇളകി കയ്യിലിരിക്കുന്നു തോന്നുന്നു. ഇപ്പോൾ ഇത്രയ്ക്ക് നല്ല മടുപ്പായിട്ടുണ്ട് കേട്ടോ. അപ്പം നമുക്ക് അത്യാവശ്യം ഒരു ചെറിയ കുഴിയൊക്കെ മതി കേട്ടോ. ഒരു ചെറിയ കുഴി നമ്മൾ കുഴി കുത്തി അപ്പോൾ അവസാനം നമുക്ക് ഈ കുഴി മതി കേട്ടോ, ചെറിയ കുഴി മതി. ഫ്രണ്ട്സ് ഞാനിപ്പോൾ ഇതുണ്ടോ നമ്മൾ ഇടക്കുന്ന ജ്യൂസ് കണ്ടോ. അപ്പോൾ അത് ഇച്ചിരി നന്നായിട്ട് ഒരു കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കിയിട്ട് നമ്മൾ കുത്തിയ കുഴിയിലേക്ക് ഇത് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഇങ്ങനെ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. കണ്ടോ. അപ്പോൾ അടുത്തുള്ള ചെടികളൊക്കെ നമ്മൾ വലിക്കുന്നുണ്ടോ. അപ്പോൾ അതിന് അതിനകത്തുനിന്ന് നല്ലൊരു പഴവും കിട്ടും, നല്ലൊരു ഫ്രൂട്ട്. അപ്പോൾ നമുക്ക് ഇത് ഒഴിച്ച് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊണ്ട് കണ്ടോ, വെറും കൈ കൊണ്ട് നമുക്കൊരു ഈ മണ്ണ് നമുക്ക് ആഴ്ചയിലൊക്കെ നമുക്ക് മൂടിയിടാം കേട്ടോ. അപ്പോൾ ഒരു 2 ആഴ്ചയൊക്കെ ആകുമ്പോൾ ഇത് തന്നെ 2 ആഴ്ചയും കൂടെ ആണ്ട, അപ്പോൾ 2 ദിവസം കഴിഞ്ഞാൽ മതി. അപ്പോൾ ഈ തന്നെ ചെറുതായിട്ട് ചീഞ്ഞ് വെള്ളമൊക്കെ അതിൻ്റെ അടിയിൽ തന്നെ പോകും. ചെറുതായിട്ട് ഈ ചീഞ്ഞ് ഈ ചെടികളൊക്കെ നന്നായിട്ട് കേട്ടോ. ഫ്രണ്ട്സ് ഇതിപ്പോൾ ഞാനിപ്പോൾ കുഴി കുത്തിയത് ഇപ്പോൾ നമ്മൾ വെള്ളം ചേർത്ത് മിക്സിയിലിട്ട് അടിച്ചാണ് നമ്മൾ എടുത്തത്. ഇപ്പോൾ ഇങ്ങനെ വേണം ചെയ്യട്ടോ. ഈ ഉള്ളിത്തൊണ്ടും അതൊക്കെ നമ്മൾ ഫസ്റ്റ് തന്നെ കാണിച്ചില്ലേ, അതുപോലെ തന്നെ വേണമെങ്കിൽ ഈ കുഴിയിലേക്ക് തന്നെ ഇടാം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ ഈ തക്കാളി ഇടാം. ഈ തക്കാളി നമ്മൾ ചെയ്യുന്ന തക്കാളി അങ്ങനത്തെ ഒക്കെ ഉണ്ടെങ്കിൽ, പിന്നെ പഴത്തൊണ്ട്, പിന്നെ മുട്ടത്തൊണ്ട്, അങ്ങനത്തെ നിങ്ങൾക്ക് എന്താണെങ്കിൽ ഇടാം കേട്ടോ, അങ്ങനത്തെ സാധനങ്ങളൊക്കെ. പിന്നെ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ ഫ്രണ്ട്സ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഫ്രണ്ട്സ് ഇപ്പോൾ ഞാൻ കുറച്ച് ദിവസം മുമ്പേ ഒരു ദിവസം പിന്നെ ഇങ്ങനെ വീഡിയോ ഇടുകയാണ് ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ എന്നോട് കുറേ ആൾക്കാർ പറഞ്ഞു ആഴ്ചയിലൊക്കെ വീഡിയോ ഇടാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ ആഴ്ചയിലൊക്കെയാണ് കേട്ടോ ഇപ്പോൾ വീഡിയോ ഇടുന്നത്, ഒരാഴ്ച കൂടുമ്പോൾ അങ്ങനെയാണ് വീഡിയോ ഇടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് കമൻറ്റ് ഇടാൻ ഒട്ടും മടിക്കണ്ട കേട്ടോ, ഒട്ടും മടിക്കണ്ട ഫ്രണ്ട്സ്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടാം കേട്ടോ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും കമൻറ്റ് ഇടുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ കമൻറ്റ് ഇടുക കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അപ്പോൾ ഒരു കിടക്കാച്ച വീഡിയോ ആയിട്ട് കാണാം. ബൈ.